ഹരി ഓം. അടുത്ത തിരുനാമമാണ് സഹസ്രാരാംബുജാരൂഢ എന്നത്. സഹസ്രാരം എന്താണ് എന്ന് നമ്മൾ മുമ്പ് മനസ്സിലാക്കി കഴിഞ്ഞു. 1000 ഇതളുള്ള താമര എന്ന് പറയാറുണ്ട്. പക്ഷേ അവിടെ 1000 എന്നല്ല ആ വാക്കിനർത്ഥം. സഹസ്രം എന്ന് പറയുന്ന വാക്കിനർത്ഥം സർവം എന്നാണ്. സർവമെന്ന് അവിടെ പറയാൻ കാരണം ഇതിന് ഈ താമരയിലെ ഓരോ ഇതളും ഓരോ പ്രാണപ്രവാഹമാണ്. നമ്മൾ നല്ലൊരു ന്യൂറോളജിസ്റ്റിനോട് ചോദിച്ചാൽ കുറേ ഭാഗങ്ങളൊക്കെ ഇതിൻ്റേത് പറഞ്ഞു തരും. കാരണം ഒരു ന്യൂറോളജിസ്റ്റ് ഒരിക്കൽ കമ്പ്യൂട്ടറിൻ്റെ അതിൻ്റെ സ്ക്രീൻ പോലെയുള്ള ആ സാധനം, മോണിറ്ററിനോ എന്തോ ഒരു പേര് പറയും, അതിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കൽ ഒരു ഏതാണ്ടും സെക്കൻഡ് സമയത്തേക്ക് എന്നെ ഒന്ന് കാണിച്ചു തന്നു. എണ്ണമറ്റ വൈദ്യുത ദീപങ്ങൾ കത്തുന്നത് പോലെയും ചലിക്കുന്നത് പോലെയും തോന്നി. അപ്പോൾ ഈ തലച്ചോറിനെ അടിസ്ഥാനമാക്കി അവിടെ നിന്നുകൊണ്ട് ഒരുപാട് പ്രാണപ്രവാഹങ്ങളാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും ഈ പ്രാണപ്രവാഹമാണ് ചെയ്യുന്നത്. അതാണ് നിയന്ത്രിക്കുന്നത്. തലച്ചോറാണല്ലോ നമ്മുടെ ശരീരത്തിലെ ഓരോ രോമകൂപത്തെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ സർവം ശരീരത്തിലെ സർവ ക്രിയകളെയും കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് അതിന് സഹസ്രാരം എന്ന് വിളിക്കുന്നത്. സഹസ്രം എന്ന് പറഞ്ഞാൽ സർവം, സഹസ്രാരം എന്ന് വിളിക്കുന്നത്. അത് താമരയുടെ ആകൃതിയിൽ നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുന്നത് കൊണ്ടാണ് അതിന് സഹസ്രാര പത്മം എന്ന് പറയുന്നത്. പത്മമെന്ന് പറയാൻ കാരണം ഈ യോഗികൾക്ക് താമരയുടെ ആകൃതിയിലാണ് അവിടെ ഈ ശക്തി പ്രകടമാകുന്നത്. ഈ ശക്തി മഹാസിദ്ധന്മാർ ഈ ശക്തിയെ സാക്ഷാത്കരിക്കും, അതിനെ കാണുമെന്നർത്ഥം. അപ്പോൾ അവർ കാണുമ്പോൾ ഒരു താമരയുടെ ഏതാണ്ടൊരു താമര ഇതളിനോട് സാമ്യമുള്ള രീതിയിലാണ് ഇത് കാണുന്നത്. അതുകൊണ്ടാണ് അവരതിന് സഹസ്രാരം, സഹസ്രാരപത്മം എന്നൊക്കെ വിളിക്കുന്നത്. സഹസ്രാര അംബുജാരൂഢ, അംബുജം താമര, സഹസ്രാരാംബുജ ആരൂഢ. ആരൂഢമെന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവൾ, അതിൽ സ്ഥിതി ചെയ്യുന്നവൾ. സഹസ്രാരാംബുജാരൂഢ, സഹസ്രാര പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അതായത് മൂലാധാര ചക്രം കടന്ന് മൂലാധാര ചക്രത്തിന് 3.5 ചുറ്റി കുണ്ടലിനി എന്ന് പറയുന്ന ഈ പ്രാണപ്രവാഹം, പ്രാണശക്തി, പ്രാണ ഊർജം അത് മൂലാധാരത്തിൽ തന്നെ കിടക്കുക. നമ്മൾ മുമ്പേ മനസ്സിലാക്കി. അത് സൃഷ്ടിക്കപ്പെട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞ് ശരീരം മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ മൂലാധാരമെന്ന് പറയുന്ന ചക്രത്തിൽ നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും ഇടയിലുള്ള ഭാഗത്ത്, ആ പോയിന്റിൽ, അവിടെയാണ് ഈ മൂലാധാര ചക്രം, ഈ സ്വിച്ച് പോലുള്ള ഈ പ്രവർത്തന കേന്ദ്രം ഇത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സാധന ചെയ്തു കഴിഞ്ഞാൽ പതുക്കെ ഈ ഊർജം അവിടെ നിന്ന് ഉണരാൻ തുടങ്ങും. ഉണർന്ന് പതുക്കെ മുകളിലേക്ക് വരും. ഇതിങ്ങ് മുകളിൽ, കഴുത്തിനു മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ യോഗികൾക്കുണ്ടാകുന്ന ദർശനമാണ് സഹസ്രാര പത്മത്തിനകത്ത് ദേവി നിൽക്കുന്നു എന്ന ദർശനം. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സഹസ്രാര അംബുജാരൂഢ, സഹസ്രാര പത്മത്തിനകത്ത് നിലകൊള്ളുന്നവൾ എന്ന്. ഇത് യോഗിക്ക് കിട്ടുന്ന ദർശനമാണ്. സഹസ്രാര അംബുജാരൂഢ. അടുത്ത തിരുനാമമാണ് സുധാസാരാഭിവർഷിണി. സുധാ ആസാര അഭിവർഷിണി. സുധ എന്ന് പറഞ്ഞാൽ അമൃതം, ആസാരം എന്ന് പറഞ്ഞാൽ പ്രവാഹം, വർഷിണി എന്ന് പറഞ്ഞാൽ വർഷിക്കുന്നവൾ അല്ലെങ്കിൽ ചൊരിയുന്നവൾ, അഭിവർഷിണി എന്ന് പറഞ്ഞാൽ ധാരാളം ചൊരിയുന്നവൾ. അപ്പോൾ യോഗികൾ അവരുടെ ഈ ഉന്നതമായ അവസ്ഥയിലെത്തുമ്പോൾ, അത് യോഗികളുടെ അവസ്ഥയാണ്, ഉന്നതമായ അവസ്ഥയിലെത്തുമ്പോൾ അവരുടെ തന്നിൽ അമൃതവർഷമുണ്ടാവുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് മഹായോഗികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഹായോഗി അരവിന്ദൻ, അങ്ങനെയുള്ള മഹായോഗികളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. കുണ്ടലിനി വളരെ ഉയർന്നു കഴിയുകയും ഒരുപാട് ഉയരങ്ങളിൽ ബോധനില എത്തിക്കഴിയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അമൃത പ്രവാഹമുണ്ടാകുന്നു. ഇത് തുടങ്ങുന്നത് നമ്മുടെ വായിൽ
മധുരമായ, നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മധുരം വായിൽ അനുഭവപ്പെടും. ഉമിനീരിനോടൊപ്പം മധുരം കൂടി പ്രവഹിച്ചു വന്നതുപോലെ തോന്നും. ഇത് കുറച്ച് കഴിയുമ്പോൾ വർദ്ധിച്ചു വരും. ഇതാണ് പിന്നീട് നമുക്ക് വാക്കുകൊണ്ട് പറയാൻ കഴിയാത്ത അമൃതപ്രവാഹമായി മാറുന്നത്. അതാണ് സുധാസാരാഭിവർഷിണി. സുധ, അമൃതത്തിൻ്റെ പ്രവാഹത്തെ വർഷിക്കുന്നവൾ എന്ന് പറയാൻ കാരണം ദേവിയിൽ നിന്നാണ് ഈ അമൃതപ്രവാഹമുണ്ടാവുന്നത്. അതിനെ വർഷിക്കുന്നവൾ എന്നാണ് ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. സുധാസാരാഭിവർഷിണി. ഇത് യോഗികളുടെ അനുഭവമാണ്, ഗൃഹസ്ഥൻ്റെ അനുഭവം അല്ല. സാധന ചെയ്യുന്ന, ഉയർന്ന നിലയിലെത്തിയ സാധകൻ്റെ അനുഭവമാണ് ഈ നാമത്തിലൂടെ ഋഷീശ്വരൻ നമുക്ക് കാണിച്ചു തരുന്നത്. ഹരി ഓം ഹരി.